സജീഷ് ചേട്ടൻ ക്രിക്കറ്റ് ടൂർണമെന്റിന് പോയതാട്ടോ. അപ്പൊ ഞാൻ ഇവരെയും കൊണ്ട് ഇതുവരെ ഒറ്റയ്ക്ക് കൊയിലാണ്ടി എന്നല്ല എവിടെയും പോയിട്ടില്ല. അപ്പൊ ഇന്ന് പിഷാരിയാൽ ഉത്സവമാണ്, ഞങ്ങൾ അങ്ങോട്ട് പോവുക. അങ്ങനെ കൊയിലാണ്ടിക്കാണ് എൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. കുഞ്ഞും സിദ്ധുവും ദേവും ഉണ്ട്. അപ്പം കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിട്ടോ. അപ്പൊ സിദ്ധുവിനും കുഞ്ഞുവിനും എന്തോ ഒരു സ്വർഗം കിട്ടിയ മാതിരിയാണേ നമ്മള് കൊയിലാണ്ടിക്ക് പോവാന്ന് പറഞ്ഞാല്. മാസൻ എന്ന് പേരുള്ള മാത്തമ്മോനെടെ മാത്തമ്മോയ്, മാത്തമ്മോനല്ലേ അമ്പലല്ലേ, എന്താണെന്നും മിണ്ടാത്തെ. ഇതാണ് ഞാളെ മാത്തൻ ട്ടോ. അപ്പൊ ഇവൻ ഞാളൊക്കെ വരാൻ കാത്തിക്കും. അതങ്ങനെയാണല്ലോ, എത്ര കാലങ്ങൾക്ക് ശേഷം വന്നാലും അത്രയും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ജീവി വേറെ ഇല്ല ട്ടോ ഈ നായ്ക്കളെ പോലെ. പിന്നെ ഏട്ടന്റെ മക്കളും അതേപോലെ തന്നെ ചേച്ചി ഉണ്ട്. എന്റെ വീടിന്റെ ചുറ്റുവട്ടത്ത് തന്നെയാണ് ഏട്ടനും ഏച്ചി എല്ലാവരും ട്ടോ. നമ്മൾ ആദ്യത്തെ വീടിന്റെ അടുത്തടുത്താണ് ഏച്ചിയും ഏട്ടനെല്ലാം വീടെടുത്തത്. ആ പറമ്പ് നിറച്ചും വീടാ. അപ്പൊ സജീഷ് ഏട്ടൻ ക്രിക്കറ്റ് ടൂർണമെന്റിന് പോയിട്ട് വന്നിട്ട് പിഷാരികാവിലേക്ക് വരും ട്ടോ. ഞങ്ങളിപ്പം പോവാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇവിടെ ആഘോഷ വരവുണ്ട് ട്ടോ. ഈ ആഘോഷ വരവുകൾക്കിടയിൽ കൂടി നമുക്ക് പിഷാരികാവിൽ എത്താൻ പറ്റൂല. അതിപ്പോ കൊയിലാണ്ടിക്കാർക്കൊക്കെ അറിയാം. അന്ന് 2 ദിവസത്തേക്ക് ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. വണ്ടികളൊന്നും പുറത്തോട്ടൊന്നും വിടുവൊന്നുമില്ല ട്ടോ. അപ്പൊ ഞാനും കുഞ്ഞു സിദ്ധു മക്കള് പിന്നെ എല്ലാരും കൂടെ ഞങ്ങൾ അങ്ങോട്ട് പിഷാരികാവിലോട്ട് പോയിട്ട് ഒരു കളിയും കഴിഞ്ഞിട്ട് വരാന്നാ പറഞ്ഞതേ. കൊയിലാണ്ടിക്കായ വിഷാരിയാല ഉത്സവത്തിന്റെ എന്താ പറയാ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം. എല്ലാരും അടിപൊളിയിലാട്ടോ പോവുക. പക്ഷെ ഞാൻ ചുരിദാറാണ് ഇട്ടത്. അപ്പൊ ഇതാണ് ഇവിടെ എവിടെയും പോകുമ്പോഴുള്ള പരിപാടി. ഞാൻ പറഞ്ഞല്ലോ, ഒരു പറമ്പിൽ നമ്മളെ തറവാട് വീടൊക്കെ ഉള്ള ഒരു പറമ്പ് തന്നെയാണ് ഏട്ടന്മാരും ചേച്ചിയൊക്കെ വീടെടുത്തത്. അതുകൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആളായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് എവിടെയും പോകുമ്പം എല്ലാരും കൂടിയാട്ടോ പോവുക. അത് തന്നെ ഒരു രസം. കുഞ്ഞൂനെ സിദ്ധുവിനെ ഞാൻ കൊയിലാണ്ടി എത്തിയാ പിന്നെ നോക്കിയില്ലേലും ഒരു കുഴപ്പമില്ല കേട്ടോ. അവള് ഏട്ടന്റെ ഭാര്യ സിന്ധുവേച്ചിയുടെ കൂടെ അങ്ങ് നടന്നു കേട്ടോ. ഓലൊക്കെ എന്ന് വെച്ചാൽ അവരെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഈ ആന റോബോട്ട് ആനയാണേ. കണ്ടാ ഒറിജിനൽ ആനയായിരിക്കും. ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ട് നടന്നിട്ടുണ്ട്. പിഷാരിയാൽ ഉത്സവത്തിന് ആ തിരക്കിനിടയ്ക്കൊക്കെ കൈ വിട്ടിട്ടേ ഇല്ല എന്ന് പറയണം സിദ്ധുവിന്റെയും കുഞ്ഞുവിന്റെയും. സിന്ധേച്ചി അതായത് ഏട്ടന്റെ ഭാര്യയാണ്. അപ്പൊ അവരും അതേപോലെ ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നേ. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു ടെൻഷനും ഇല്ലായിരുന്നു. മിസ്സായി പോകുന്ന ഒരു പ്രശ്നങ്ങളേ ഇല്ല. ഓനും അങ്ങനെ തന്നെ ഒരേ കയ്യും പിടിച്ച് തന്നെ നടന്നു. പിന്നെ പോന്ന വഴിക്കൊക്കെ നമുക്ക് വത്തക്ക, അതുപോലെ വത്തക്കേന്റെ വെള്ളം ഉണ്ടാവുമല്ലോ, അതെല്ലാം തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നടന്ന് പോകുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവൂല. പിന്നെ അവിടെ എത്തിയ സമയത്ത് അവിടെ പഴംപൊരി ഉണ്ടായിരുന്നു. പഴംപൊരി അടിപൊളി ചായയാണ് കേട്ടോ ഉത്സവ പറമ്പിലത്. തിന്നാനായിട്ട് പോയതാണോ എന്ന് ചിന്തിക്കും. പക്ഷെ എന്നാലും ഇതൊക്കെയാണ് ഉത്സവത്തിന്റെ ഒരു സുഖം ശരിക്കും പറയുകയാണെങ്കിൽ. എല്ലാരും പഴംപൊരി വാങ്ങിയ സമയത്ത് സിദ്ധുവിന് ഉള്ളിവടയ്ക്കൊരു കൊതി വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഉള്ളിവടയും കൂടി അവൻ വാങ്ങിട്ടോ. ആ ഉള്ളിവട എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നതാട്ടോ പാവം മോൻ. എല്ലാവർക്കും കൊടുത്ത് എന്നിട്ട് അവൻ തിന്നു കേട്ടോ. പഴംപൊരിയും വാങ്ങിയിട്ടുണ്ട്, ഉള്ളിവടയും വാങ്ങിയിട്ട്. അത് രണ്ടും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളേ. പിന്നെ ആദീന്റെ കൂടെ അയച്ചീന്റെ മോന്റെ കൂടെ അങ്ങോട്ട് പോയി. കുഞ്ഞു അവന്റെ കൂടെ തന്നെ നടക്കും കേട്ടോ. അപ്പൊ ഓല് ഏകദേശം ഇങ്ങനെ കറങ്ങാനൊക്കെ സുഖാണല്ലോ. പക്ഷെ സിദ്ധുവിന്റെ കൈ നമ്മൾ വിട്ടിട്ടില്ല, അത്രയും തിരക്കായിരിക്കും. പിന്നെ ഇതാ നമ്മളെ റോബോട്ടാന. ഭയങ്കര രസാണേ കാണാൻ. കാരണം എന്താന്ന് വെച്ചാൽ ഒറിജിനൽ എന്ന് വെച്ചോ ഇത്രയും എൻ്റെ അമ്മയെ ഒറിജിനൽ അത്രയും രസമാണ് അതിന്റെ ബേക്കൊക്കെ കാണാന്. ശരിക്കും ഇങ്ങനെ വരുന്നേ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും എന്താ ഒറിജിനൽ ആനന്നല്ലേ. ഇവിടെ കൊയിലാണ്ടിക്ക് അടുത്ത ഒരു അമ്പലത്തിൽ ആനയിടഞ്ഞ് അങ്ങനെ മൂന്ന് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു ഒരു അമ്പലത്തില്. അതിനുശേഷമാണ് ഇവിടെ ഇങ്ങനെ ആന ഒരു ആഘോഷവരവിനും വേണ്ട എന്നുള്ളൊരു ഇതായത് കേട്ടോ. ഇവിടെ ഞാൾ തിന്നാൻ വന്നാന്ന് പറഞ്ഞല്ലോ, അത് ഞാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാളെ കഴിവ് ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പൊരിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ നമ്മളെ കോളിഫ്ലവർ, ഇത് ഉത്സവ പറമ്പിലെ പ്രധാനപ്പെട്ട സാധനമാണല്ലോ. അപ്പൊ കോളിഫ്ലവർ വാങ്ങി, പിന്നെ ഐസ്ക്രീം വാങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാരുണ്ട് ഈ കൊയിലാണ്ടി പന്തലായനിയിൽ. നമ്മൾ എവിടെയും പോവുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി പോകുന്നേരം 50-50 ആക്കിയിട്ട് സാധനങ്ങൾ വാങ്ങുക, അതേപോലെ 50-50 ആക്കി തിന്നുക. ഇതൊക്കെയാട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ രസങ്ങൾ. പിന്നെ ഇതാണ് ഏറ്റവും മൂത്ത ചേച്ചി, അറിയാലോ. അപ്പൊ ഏച്ചിയും ഏച്ചീന്റെ ഭർത്താവും ഉണ്ടായിരുന്നു. ഓരേ അവിടെ വെച്ച് കണ്ട്. പിന്നെ എല്ലാവരെയും കാണും. ഈ പിഷാരിയാൽ ഉത്സവത്തിന് നമ്മൾ ആരും മിസ്സായി പോലും. അമ്മ അങ്ങനെ നടന്നാട്ടോ കൊല്ലത്തുനിന്ന് കൊയിലാണ്ടിക്ക് വരിക, തിരിച്ച് വീട്ടിലെത്തി. ഹായ്, കേറിക്കോ കേറിക്കോ.
അപ്പോഴേക്കും നമ്മളെ മാത്തൻ നമ്മളെയൊക്കെ മണത്തറിഞ്ഞറിഞ്ഞറിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. വന്നതിന് അതേപോലെ തന്നെ സതീഷ് ചേട്ടൻ കളിയെല്ലാം കഴിഞ്ഞ് വന്ന് നല്ല ക്ഷീണം ഉണ്ടായിട്ട് തന്നെ പുറപ്പെട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് അമ്പലത്തിലോട്ട് വന്നില്ല കേട്ടോ. ഒരുപാട് നേരം 3 റൗണ്ട് കളിയൊക്കെ ഉണ്ടല്ലോ. അപ്പം നന്നായിട്ട് വെയിലത്ത് കരിഞ്ഞുണങ്ങി ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പിന്നെ ചിക്കനും ചപ്പാത്തിയും ഒക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടാട്ടോ സിന്ധേച്ചി അമ്പലത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ചോറുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ച് പിന്നെ ഇതന്നെ ഒരു സുഖം. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇങ്ങനെ തന്നെ ഒരുമിച്ച് കഴിക്കുന്നതേ. പിന്നെ അതിനുശേഷം പിന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ നമ്മൾ പിന്നെ ഉറങ്ങാനുള്ള പരിപാടിയിലേക്ക് പോവാട്ടോ. ഇതിപ്പം ഒരുപാട് ദൂരം നടന്നതിനെ കൊണ്ട് തന്നെ എല്ലാവർക്കും ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ സഹിചേട്ടനും കുഞ്ഞു സിദ്ധു ഇതൊക്കെ എല്ലാവരും ഓരോ സ്ഥലത്തോട്ട് ഇങ്ങനെ ചായുന്നുണ്ട്. അപ്പൊ ഞാനും ഇപ്പൊ വന്നിട്ട് കുളിച്ചിട്ടൊന്നും ഇല്ല, മാറ്റാൻ പോവാണ്. അപ്പൊ ദാ സഹിചേട്ടനൊക്കെ ഉറങ്ങി. ദാ ഇനിയിപ്പൊ നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സി യു.